എറണാകുളം ലിസി ആശുപത്രിയിലെ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി അങ്കമാലി സ്വദേശി ബിൽജിത്തിൻ്റെ ഹൃദയം കൊല്ലം സ്വദേശിയായ 13-കാരിയിൽ മിടിക്കും. ശസ്ത്രക്രിയ സങ്കീർണമായ ശസ്ത്രക്രിയ രാവിലെ 6:30 പൂർത്തിയാക്കിയത്. എന്തായാലും ആ ടീമിൽ ഉള്ള ഡോക്ടർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ, എങ്ങനെയായിരുന്നു ഈ ശസ്ത്രക്രിയയുടെ ഒരു പ്രൊസീജിങ് രീതി? 6:30 6:30 ആയപ്പോഴത്തേക്കും സർജറി കഴിഞ്ഞ് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ സ്റ്റേബിളാണ്. BP അങ്ങനെയുള്ള പാരാമീറ്റേഴ്സ് സ്റ്റേബിളാണ്. സർജറിയുടെ ഒരു സാധാരണ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനിലുള്ള ഒരു മേജർ ചലഞ്ച് എന്നുള്ളത് പറയുന്നത് ഇസ്കീമിക് ടൈമാണ്. അതായത് ഹൃദയം ഡോണറുടെ ശരീരത്തിൽ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞ് ഈ റെസിപ്പിയൻ്റെ ശരീരത്തിൽ ബീറ്റ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈം, അത് ഐഡിയലി 4 മണിക്കൂറിനുള്ളിൽ 4 മണിക്കൂറാണ്. 4 മണിക്കൂറിനുള്ളിൽ ബീറ്റ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. അത് നമുക്ക് 2 മണിക്കൂർ 40 മിനിറ്റിനുള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചു. കാരണം അടുത്ത് തന്നെയുള്ളൊരു ആശുപത്രി, അതായത് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആണ് ഡോണർ ഹോസ്പിറ്റൽ. ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ ടൈം നമുക്ക് ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് തന്നെ 2 മണിക്കൂർ 40 മിനിറ്റിൽ അതിൻ്റെ തന്നെ വ്യത്യാസങ്ങളുണ്ട്. ശരിക്കും നമുക്ക് മരുന്നുകളുടെ ഡോസിൻ്റെ റിക്വയർമെൻറ്റ് കുറവാണ്. ഹാർട്ട് വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് നമുക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. പക്ഷേ നെക്സ്റ്റ് ഒരു 24 to 48 hours വളരെ ക്രിട്ടിക്കലാണ്. നാളെ രാവിലെ തന്നെ ഈ രീതിയിൽ BP പാരാമീറ്റേഴ്സ് എല്ലാം സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് നാളെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റാൻ സാധിക്കും. ഈ അടുത്തിടെ 2ാമത്തെ ശസ്ത്രക്രിയയാണ് വിജയകരമായി തന്നെ പൂർത്തിയാക്കാൻ സാധിക്കുന്നത്. ആദ്യത്തെ ആളുടെ അവസ്ഥ എങ്ങനെയാണ്? അജിൻ്റെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റാൻ നമുക്ക് ഇന്ന് രാവിലെ മാറ്റുക എന്നുള്ളതാണ് തീരുമാനം. രാവിലെ വന്ന് നമ്മുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിൻ്റെയും കൂടിയുള്ളൊരു മീറ്റിംഗ് ഉണ്ടോ, ബോർഡ് മീറ്റിംഗ്, ഒരു റീഅസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞ ശേഷം വെന്റിലേറ്റർ സപ്പോർട്ട് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് മാറ്റാൻ സാധിക്കും. പക്ഷേ അജിൻ്റെ സർജറി എന്ന് പറയുന്ന ഒരു റീഡു സർജറി, അതായത് അജിൻ്റെ നേരത്തെ കവാസാക്കി ഡിസീസ് എന്ന് പറഞ്ഞ ഒരു ഡിസീസ്, അതായത് ഹൃദയത്തിൻ്റെ രക്തധമനികൾക്കുള്ള ഒരു അസുഖം കൊണ്ട് നമുക്കൊരു ബൈപ്പാസ് സർജറി നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നടന്ന ഈ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, റീഡു സർജറി, 2ാമത്തെ സർജറി, അത് ടെക്നിക്കലി വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളതും ലോങ് സർജറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ വളരെ കെയർഫുള്ളായിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മളത് വളരെ നോക്കിയാണ് ഇത്തിരി പ്രൊലോങ്ഡ് ആയിട്ടുള്ള വെന്റിലേറ്റർ സപ്പോർട്ടൊക്കെ വേണ്ടി വന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇന്ന് മോസ്റ്റ് പ്രോബ്ലി നമുക്ക് അതിൻ്റെ വെന്റിലേറ്റർ സപ്പോർട്ട് മാറ്റാൻ സാധിക്കുന്നത്, സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. പൊതുവേ ഒരു സന്ദേശമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം ഒരു അവയർനെസ് ആയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ബോധ്യപ്പെടുത്താനുള്ള രീതിയിൽ ഒരു ലോങ് ഗ്യാപ്പിന് നമ്മുടെ ബ്രെയിൻ ഡെത്ത് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം കേരളത്തിൽ ഒരു ഒത്തിരി പുറകോട്ട് പോയ ഒരു സിറ്റുവേഷനായിരുന്നു. കഴിഞ്ഞ ഒരു 2 വർഷം ശരിക്കും നടന്നത് ഒരു 10 താഴെയുള്ള ഒരു ഡൊണേഷൻസാണ് നടന്നിരിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് പ്രോഗ്രാമിൽ നടന്ന ഡൊണേഷൻസ്, അത് ഈ ഒരു പെട്ടെന്ന് ഈ അടുത്ത കാലങ്ങളിൽ നടന്ന ഒരു കൂടുതലായിട്ട് വന്ന ഒരു ഡൊണേഷൻസ്, പ്രത്യേകിച്ച് ഈ ഒരു ബ്രെയിൻ ഡെത്ത് ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാമിൽ വലിയൊരു ബൂസ്റ്റാണ്. ആ ജനങ്ങളിലോട്ട് ഒരു ബോധവൽക്കരണം ഇതിൽ വരും എന്നുള്ള നമുക്കൊരു പ്രതീക്ഷയുണ്ട്. ആ ഒരു സന്ദേശം എത്തുമെന്നുള്ളത്. തീർച്ചയായും. എന്തായാലും സംഘർഷഭരിതമായ വാർത്തകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് കാരുണ്യത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, ഒരു സഹവർത്തിത്വത്തിൻ്റെ ഒക്കെ വാർത്തകൾ പങ്കുവെക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ ഒരു ചാരിതാർത്ഥ്യം കൂടി നമുക്കുണ്ട്. എന്തായാലും ഈ അവയവങ്ങൾ ദാനം ചെയ്ത ആളുകളുടെ കുടുംബാംഗങ്ങളെയും കൂടി ഈ ഘട്ടത്തിൽ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇനിയും തുടരേണ്ടതുണ്ട് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത്തരത്തിലുള്ള അവയവമാറ്റ ശസ്ത്രക്രിയകൾ കാണിച്ചു തരികയും ചെയ്യുന്നത്. കൊച്ചിയിൽ നിന്ന് സച്ചിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.